തലവേദന ഈസ് എ ബിഗ് തലവേദന. തീർച്ചയായിട്ടും ടു മേക്ക് ഇറ്റ് വെരി എന്താ പറയാ ബേസിക്. തലവേദന ഒരു വലിയ തലവേദനയാണ്. പക്ഷെ നമ്മൾ ഒട്ടും മൈൻഡ് ചെയ്യാത്തൊരു സാധനമാണ്. അതായത് നമ്മൾ മിക്കവാറും 90% ആളുകൾ സെൽഫ് മെഡിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ് തലവേദന. എപ്പോഴാണ് ഒരു തലവേദന ഡേഞ്ചറസ് തലവേദനയായി മാറുന്നത്? വിട്ടുമാറാത്ത തലവേദന ഞാൻ പറയും. അതായത് തലവേദന നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, അത് മാറുന്നില്ല. ഒരു 3 മാസത്തിൽ കവി നിൽക്കുന്ന ഒരു തലവേദന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് അതിന്റെ കാരണമെന്ന് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം. കണ്ടെത്തും. ചിലപ്പോൾ അതോടൊപ്പം തന്നെ തലവേദനയോടൊപ്പം തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് കൂടുമ്പോൾ ഛർദിൽ, വോമിറ്റിംഗ് വരാം. ചിലപ്പോൾ ഓക്കാനായിരിക്കും ചില ആൾക്കാർ റിയൽ ആയിട്ട് ഛർദ്ദിക്കാം. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. തലവേദനയോടൊപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ബലക്കുറവ് അങ്ങനത്തെ ഒക്കെ കാര്യം. പക്ഷെ തലവേദന ബ്രെയിനിന്റെ ഒരു സംഭവമാണല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു കൈക്ക് കാലിനൊക്കെ ഉള്ള ഒരു ബലക്കുറവ്, തരിപ്പും പെരിപ്പും അങ്ങനത്തെ ഒരു സിംറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. തലവേദന കൂടെ വരുന്ന ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ നോട്ടീസ് ചെയ്യണം. ചില ആൾക്കാർക്ക് കാഴ്ചക്ക് ഒരു ബുദ്ധിമുട്ട് തലവേദന തുടങ്ങിയ ശേഷമാണ് നമ്മൾ കണ്ണ് ബ്ലർ ആവുന്നത്, കാഴ്ച ക്ലിയർ ആവുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ടായിട്ട് കാണും. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് നേരത്തെ ഇല്ലാത്തൊരു കാര്യമാണ്. അത് ഈ ഒരു സംഭവം തുടങ്ങിയതിന് ശേഷമാണ് വരുന്നത്. അതൊക്കെ നമ്മൾ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് ഇതിന്റെ ഒരു അനാലിസിസ് എന്താണ് അങ്ങനെ വരുന്നത് ആവശ്യം ചെക്ക് ചെയ്യേണ്ട ആവശ്യം.